മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ PMA സലാമിനെ കൈവിട്ട ലീഗ്. അന്തസ്സില്ലാത്ത വർത്തമാനങ്ങൾ ലീഗിന്റെ രീതിയല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വിമർശനങ്ങൾ വ്യക്തി അധിക്ഷേപങ്ങളാകരുതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും പ്രതികരിച്ചു. നാക്കപ്പയും സ്ലിപ്പും ഒക്കെ ആർക്കാ പറ്റാത്തത്? ലീഗിന് എപ്പോഴും ഒരു രീതിയുണ്ട്. വളരെ അന്തസ്സോടുകൂടി ഞങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും ഞങ്ങൾ പറയില്ല. ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പക്ഷേ അറ്റ് ടൈംസ് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നാക്കപ്പയും തെറ്റുമൊക്കെ പറ്റാം. എനിക്കുൾപ്പെടെ പറ്റാം, ആർക്കും വേണമെങ്കിലും പറ്റാം. പറ്റിയ പാർട്ടി അത് തിരുത്തും, യാതൊരു സംശയം. അത് തിരുത്താനുള്ള ഏറ്റവും വലിയ അവകാശം പാർട്ടി പ്രസിഡന്റ് തങ്ങൾക്ക് തന്നെയാണ്. തങ്ങൾ തന്നെ ഇന്ന് സലാമിനെ തിരുത്തി. ഭരണകൂടത്തിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണല്ലോ. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ അതൊക്കെ വേണം, അത് വേണ്ടതുമാണ്. അതേസരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിലേക്ക് പോകാൻ പാടില്ല. അഷ്കർ അലി ചേരുന്നു. അഷ്കർ, തങ്ങളാണെങ്കിൽ തള്ളിപ്പറഞ്ഞു, PK കുഞ്ഞാലിക്കുട്ടി തിരുത്തിയിട്ടുണ്ട്. പക്ഷേ PMA സലാമിന് കുലുക്കമില്ലേ? റോഷ്ടി, ആദ്യഘട്ടത്തിൽ തന്നെ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തി അതിനെ വലിയ ചർച്ച ആക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലായിരുന്നു PMA സലാം ഉണ്ടായിരുന്നത്. ആവശ്യമെങ്കിൽ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയോ നിലപാട് അറിയിക്കാം, അങ്ങനെ പ്രതികരണം നടത്താമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചു വരും. പക്ഷേ മുസ്ലിം ലീഗ് എന്ന പാർട്ടി പൂർണ്ണമായും PMA സലാമിനെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് തങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഭരണ കക്ഷിയെ പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്, വിമർശിക്കുകയും വേണം. പക്ഷേ അത് വ്യക്തി അധിക്ഷേപത്തിലേക്ക് കടക്കുക എന്നുള്ളത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം PMA സലാമിനെ തള്ളുന്നു. PK കുഞ്ഞാലിക്കുട്ടിയാണെങ്കിൽ അന്തസ്സോടുകൂടി വർത്തമാനങ്ങൾ പറയുക എന്നുള്ളതാണ് ലീഗിന്റെ ശൈലി. മറ്റ് രീതിയിലേക്ക് പ്രതികരിക്കുന്നത് ലീഗിന്റെ ശൈലിയല്ല. ചിലപ്പോൾ നാക്കുപിഴകൾ കൊണ്ടൊക്കെ അത്തരം കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ പാർട്ടി തിരുത്തും. PMA സലാമിനെ പാർട്ടി മുസ്ലിം ലീഗ് എന്ന പാർട്ടിയും അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ തിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ നാക്കുപിഴ നാളെ എനിക്ക് സംഭവിച്ചാൽ, PK കുഞ്ഞാലിക്കുട്ടിക്ക് സംഭവിച്ചാലും അത് പാർട്ടി തിരുത്തുക തന്നെ ചെയ്യും. അത്തരം കാര്യങ്ങൾ വ്യക്തി അധിക്ഷേപങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത് പാർട്ടിയുടെ ശൈലിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ PMA സലാമിനെ തള്ളി PK കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി. അതിനൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാരണം എന്ന് പറയുന്നത് ഈ വിഷയത്തെ, ഇല്ലെങ്കിൽ നിലവിൽ സംസ്ഥാന സർക്കാരിനെതിരെ പല വിഷയങ്ങളും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ഇത്തരത്തിൽ PMA സലാമിന്റെ ഭാഗത്തുണ്ടായ ഒരു പരാമർശത്തിന്റെ പേരിൽ വിഷയങ്ങൾ വ്യതിചലിച്ച് പോകരുത്, പ്രതിപക്ഷ ആരോപണങ്ങളുടെ അതിന്റെ ഗൗരവം ചോർത്തിക്കളയുന്ന രീതിയിലേക്ക് ഈ വിവാദം മാറരുത് എന്നുള്ളൊരു ആഗ്രഹം മുസ്ലിം ലീഗിനുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ വിഷയത്തിൽ PMA സലാമിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് PMA സലാമിനെ തിരുത്തിക്കൊണ്ട് ലീഗ് നേതാക്കൾ രംഗത്ത് വരാനുള്ള ഒന്നാമത്തെ കാരണം ആ പരാമർശം പൂർണ്ണമായും അധിക്ഷേപമായിരുന്നു എന്ന്, അധിക്ഷേപ പരാമർശം തന്നെയാണെന്ന് വിലയിരുത്തിക്കൊണ്ട് കൂടിയാണ് അപ്പോൾ PMA സലാമിനെ തള്ളിക്കൊണ്ട് ലീഗ് നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നതും വിവാദങ്ങൾ അതിവേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ലീഗിന്റെ ഭാഗത്ത് നിന്ന് നടത്തുകയും ചെയ്യുന്നതും. ശരി, എന്തായാലും അങ്ങനെ പെട്ടെന്ന് അവസാനിക്കാത്ത ഒരു പരാമർശം തന്നെയാണ് PMA സലാം നടത്തിയിരിക്കുന്നത്. അത് വിവാദമായി തുടരുകയാണ്. കൂടുതൽ നേതാക്കളുടെ പ്രതികരണമൊക്കെ വരുമോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.